ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൽ. ഇന്ന് നമ്മൾ നേപ്പാളിൻ്റെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. പഴയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നേപ്പാളിലേക്ക് എങ്ങനെ എത്തിയത് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. കുളിച്ച് ഫ്രഷായി இந்த ബാഗ് പാക്ക് ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ പോവും ബുദ്ധ മൊണാസ്ട്രി, അതുപോലെ ഈ ബോധിവൃക്ഷം, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അത് കഴിഞ്ഞ് പൊക്രയില തോന്നണമെന്ന് സ്റ്റേ കൊടുത്തിട്ടുള്ളത് നമ്മൾ. അപ്പോൾ എങ്ങനെ കാഴ്ചകളൊക്കെ കാണണ്ടേ? കാഴ്ചകൾ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടിക്കോളി. നേപ്പാളത്തെ ഒരുപാട് സാധനങ്ങൾ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. അപ്പോൾ എങ്ങനെ പോവല്ലേ? ഇതാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടാ. പഴം, കോഴിമുട്ട, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ചായ. അപ്പോൾ അതുകൊണ്ടും കഴിച്ചിട്ട് വേഗം പോട്ടെ. ഒരുവിധ ആൾക്കാരൊക്കെ കഴിച്ച് കഴിഞ്ഞതാണ്. നമ്മൾ നേപ്പാളിലൊന്ന് ആദ്യം ചെയ്യേണ്ട സംഭവം മണി ചേഞ്ച് ചെയ്യണം. നമ്മൾ എല്ലാവരുടെ ഫണ്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എത്രയാണ് ഇതിന് വരുന്നത്? 1000 രൂപക്ക് 1600 രൂപ ഉണ്ടാവും. 1000 രൂപ 1600 രൂപ. അതല്ലെങ്കിൽ നമ്മൾ ഓരോ ഷോപ്പിൽ കയറിയാലും പണി കിട്ടും. നമ്മൾ ഇന്ത്യൻ മണി എല്ലായിടത്തും കൊടുക്കും, പക്ഷേ കൂടുതൽ പേയ്മെൻറ്റ് വാങ്ങും. അപ്പോൾ നമ്മളും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാത്ര തുടങ്ങാണ്. നമ്മളെ ബസ് ഇന്നലെ രാത്രിയും കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്ലിയർ ആയി ഉണ്ടാവില്ല. ഇതാണ് നമുക്കുള്ള നേപ്പാൾ മൊത്തം കറങ്ങാനുള്ള ബസ്. സീറ്റിങ്ങൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മളെ സാരഥി. നേപ്പാളിലെ നമ്മളെ ഫസ്റ്റ് സ്പോട്ട് ബുദ്ധൻ ജനിച്ച സ്ഥലം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഒരു സ്മാരകം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. 4 ഭാഗത്തേക്കും ഫേസ് ആയിട്ടുള്ള ഒരു സ്മാരകം, ശാന്തി സ്തൂപ. അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണിച്ചു തരാം ഞാൻ. സംഭവം അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഓരോ ആൾക്കാരുടെ ഹൈറ്റ് വെച്ച് നോക്കിയാൽ മതി, എത്രത്തോളം ഹൈറ്റ് ഉണ്ട് എന്നുള്ളത്. കുഞ്ഞു മനുഷ്യന്മാരെ പോലെ തോന്നുന്നില്ലേ? അപ്പോൾ അത്യാവശ്യം ഹൈറ്റുള്ള സംഭവം തന്നെയാണ്. ഒരു ക്ഷേത്രം എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെയാണ് ഇവരിതിനെ പരിപാലിക്കുന്നത്. ചെരുപ്പൊക്കെ നമ്മളിവിടെ പുറത്ത് വെക്കണം. പക്ഷേ വലിയ വെയിലൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല. പിന്നെ അടിയിൽ മണ്ണായിട്ടുള്ള കുറച്ച് ടൈൽസ് പോലത്തെ അങ്ങനെ സംഭവമാണ്. അതുകൊണ്ട് ചൂടൊന്നും വലിയൊരു കുഴപ്പമില്ല. കയറി വരുന്നിടത്ത് തന്നെ ഇവിടെ ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരികൾ കത്തിച്ച് വെക്കും. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് 30 നേപ്പാളി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു മെഴുകുതിരി എടുത്തിട്ട് നമുക്ക് കത്തിക്കാം. ഇത് വാങ്ങാനൊന്നും ആൾക്കാരില്ല. 30 നേപ്പാളി അവിടെ വെച്ചാൽ മതിയാവും. എന്നിട്ട് പ്രാർത്ഥിക്കാനുള്ളതല്ലേ, ക്ഷേത്രങ്ങളല്ലേ. അപ്പോൾ എന്തായാലും ഉടായ്പ് കാട്ടില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. ഇത് വലിയൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ചുറ്റുഭാഗം അല്ലേ, അത്രയും വലിയൊരു ഏരിയ ഉണ്ട്. ഇതിൻ്റെ ചുറ്റുഭാഗത്തും ഇതുപോലെ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ വലിയൊരു മെയിൻ്റനൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മാത്രമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്നാലും സംഭവം കൊള്ളാം അല്ലേ. വലിയ ഏരിയ ഉണ്ട്. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. ആൾക്കാരൊക്കെ അപ്പോൾ കൂടുതലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ആൾക്കാരൊക്കെ കുറവാണ്. നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടാണല്ലോ അത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു സ്തൂപം പോലെ കൊടുക്കുന്നുണ്ട്. എന്താണ് എന്നുള്ളത് പറഞ്ഞു തരാനോ ഒന്നും ഇവിടെ ആൾക്കാരില്ല. ഞാൻ കുറേ ഗൂഗിൾ നോക്കിയിട്ടാണ് ഇത്രയെങ്കിലും എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ടെമ്പിളുണ്ട്. ഈ ടെമ്പിൾക്ക് കയറുന്ന ഭാഗമാണ് കേട്ടോ. നല്ല രസമുണ്ട്. എത്ര വെയിലാണെങ്കിലും സംഭവം നൈസായിട്ട് നമുക്കത് കയറാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് പുറത്തുനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്രം. ഇതിൻ്റെ പുറത്തുള്ള ജസ്റ്റ് ഒരു തടാകമാണ്. അവിടെ ഫുള്ള് ആമ്പലിങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഒരു കോട്ട പോലെ ഇഷ്ടികേറ്റൊക്കെ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. വർക്ക് കഴിയാഞ്ഞിട്ടാണോ എന്താണോ എന്നറിയില്ല. ഈ പക്ഷികളെ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇതിൻ്റെ പ്രത്യേകതകൾ അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയും. സംഭവം അടിപൊളിയാണ്. കുറേ കഥകൾ അതിനെ പറ്റി പറയാനുണ്ടാവും നിങ്ങൾക്ക്. നമ്മളൊരു ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു നേപ്പാൾ കറങ്ങാനെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ ബസ്സിൽ നമുക്ക് ഈ ലുംബിനി കവർ ചെയ്യാൻ എന്തായാലും പറ്റില്ല. കുറേ ഉള്ള ഏരിയകൾക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇവിടെ ഏറ്റവും അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു EV വെഹിക്കിൾ എടുക്കുക. അതെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്പോട്ടുകൾക്കും കവർ ചെയ്യാൻ പറ്റും. ഇവിടെ മെയിനായിട്ട് ലുംബിനിയിൽ കാണാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ രാജ്യത്തുള്ള ആളുകളും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കുറേ ടെമ്പിൾസാണ്, ബുദ്ധക്ഷേത്രങ്ങളാണ്. അതാണ് ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത്. അപ്പോൾ ഓരോ രാജ്യങ്ങളുടെ സ്പെഷ്യാലിറ്റി നമുക്കവിടെ കാണാൻ പറ്റും. അത് ചൈനയിൽ നിന്നുള്ള ആൾക്കാർ, അതുപോലെ തായ്ലാൻഡിൽ നിന്നുള്ള ആൾക്കാർ, അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരും ഉണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. പിന്നെ ഈ ഒരു സാധനം കണ്ടില്ലേ നിങ്ങൾ, റിക്ഷയാണ്. ഇത് നമ്മളെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ആ സെയിം സാധനം തന്നെയാണ്
ഇത് കൂടുതലായിട്ടും നമുക്ക് നേപ്പാളിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാരുള്ളൂ വെച്ചെങ്കിലും ഈ ഒരു ഐറ്റം വിളിച്ചിട്ടുണ്ടെങ്കിലും സംഭവം നൈസാണ്. വലിയൊരു എമൗണ്ട് ഇല്ലാതെ നമുക്ക് മൊത്തം സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും. ഈ ബുദ്ധക്ഷേത്രങ്ങളിൽ പോയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവരുടെ വർക്കുകൾ വേറെ ലെവൽ തന്നെ ഉണ്ടാ. ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ തരത്തിലുള്ളതാണ്. നമ്മൾ ശരിക്കും അതിശയിച്ച് നിന്ന് പോകും. അത്രയും അടിപൊളിയായിട്ടാണ് ഇവിടെ ഓരോ സംഭവങ്ങളും. ഒരു തൂണാണെങ്കിലും ചുമരാണെങ്കിലും അതുപോലെ റൂഫാണെങ്കിലും ഒക്കെ അത്ര അടിപൊളിയായിട്ടാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത്. ഫുള്ള് കൊത്തുപണിയായിട്ട്. നമ്മൾ കുറേ ആൾക്കാർ കുടക് പോയിട്ട് ടിബറ്റൻ കോളനി കണ്ടിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒന്നുമല്ല. നമ്മൾ അവിടുന്ന് വാവെന്നൊക്കെ പറയും. പക്ഷേ നേപ്പാളിൽ വന്നിട്ടുണ്ടെങ്കിൽ ടിബറ്റൻ കോളനി ഒന്നും ഒന്നുമല്ല. അതിൻ്റെ എത്രയോ മടങ്ങ് വലുപ്പമുള്ള ഒരുപാട് ടെമ്പിൾസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൽ എല്ലാതും നമുക്ക് ടെമ്പിളാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല കേട്ടോ. പല സ്ഥലങ്ങൾക്കും നമുക്ക് കയറാൻ പറ്റില്ല. കുറേ സ്ഥലങ്ങളിലെ ആളുകൾ ഇപ്പോഴും അവരെ വീട് പോലെ അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ടെമ്പിളായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ചിലത് ഹോസ്പിറ്റലാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഹൈറ്റ് നോക്കി നോക്കും നിങ്ങൾ. അത്യാവശ്യം നിലകളിലായിട്ടാണ് ഈ ഒരു സംഭവം ഉള്ളത്. ഇവിടേക്കും നമുക്ക് എൻട്രി ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ പല ടെമ്പിൾക്കും നമുക്ക് നടന്നിട്ട് പോകാൻ പറ്റില്ല. ഇതുപോലെ ബോട്ടിൽ വേണം പോകാൻ. ബോട്ടിൽ പോയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിർത്തി തരും. ഇതിന് പ്രത്യേക പാസ് എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. പക്ഷേ ഇതൊന്നല്ല നമ്മളെ ഹൈലൈറ്റ്. ബുദ്ധൻ ജനിച്ച കൊട്ടാരം, അതാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത്. അവിടേക്കാണ് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത്. അതിന് നമുക്കൊരു എൻട്രി ഫീ ഉണ്ട്. അവിടെ ക്യാമറ അലൗഡ് അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. പിന്നെ നമ്മളിവിടെ വന്നെങ്കിൽ നമ്മൾ ഫോറിനേഴ്സായില്ലേ. നേപ്പാളീസിന് എമൗണ്ട് കുറവാണ്. നമ്മൾ ഫോറിനേഴ്സായ കാരണം നമുക്ക് ചെറിയൊരു എമൗണ്ട് കൂടുതലുണ്ട്. നമ്മുടെ നാട്ടിലുമൊക്കെ ഇംഗ്ലീഷുകാരും ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരിൽ നമ്മൾ കൂടുതൽ കാശ് വാങ്ങില്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇത് ആ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇന്നും അവർ അത് നല്ല അടിപൊളിയായിട്ട് പരിപാലിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൊട്ടാരത്തിന് പുറത്തൊരു മാർക്കറ്റാണ്. അവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ള സാധനം കണ്ടിട്ടുള്ളതാണിത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ സ്പെഷ്യലായിട്ട് തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കയറി കണ്ടു നോക്കിക്കൊള്ളുക. തൊട്ടപ്പുറത്ത് ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് കുറേ ബുദ്ധ സന്യാസിമാരിയ്ക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പതുക്കെ അങ്ങോട്ട് പോയി നോക്കാം. ഞങ്ങൾ പൊക്രയിലോട്ടുള്ള വയലാണ്. അപ്പോൾ വയലൊരു കടയിൽ നിർത്തി ചായ ഒക്കെ കുടിക്കാൻ ഒന്ന് ഫ്രഷ് ആവാം എന്നൊക്കെ വിചാരിച്ചാണ്. അങ്ങനെ വയലൊരു കടയിൽ കണ്ടൊരു ഫ്രൂട്ടാണിത്. നേപ്പാളി കാപ്പൽ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ അത് ഞങ്ങൾ വാങ്ങി. നേപ്പാളി കാഫൽ ഒരു ബെറി പോലുള്ള ഒരു ഐറ്റംസ് ആണ്. അപ്പൊ ഞങ്ങൾ വാങ്ങി. ഒരു ഗ്ലാസ്സിന് 100 രൂപയാണ്. ഇത് 300 രൂപയ്ക്ക് ഗ്ലാസ്. ചെറിയ ഗ്ലാസ് ആണല്ലോ. ചെറിയ ഗ്ലാസ് ആണ്. 300 രൂപയ്ക്ക്. ഇത് ഇന്ത്യയിൽ കിട്ടും. ഇത് നേപ്പാളിൽ മാത്രമേ കിട്ടുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വയറിന് നല്ല മെഡിസിനാണ്. ആര് ചേച്ചി ഫോക്കസ് ആവണല്ലോ. ഇവിടുത്തെ ഡ്രൈവർമാരൊരു ധൈര്യം നോക്കി നോക്കും നിങ്ങൾ. നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ടയർ ഇട്ടിട്ട് സാധാ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമോ? ഇത് ഇത്രയും ലോങ് ഓടിക്കുന്നൊരു വെഹിക്കിളിൻ്റെ ടയറിൻ്റെ അവസ്ഥയാണ്. അതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. ഇവർ പറയുന്നത് പുതിയ ടയർ ഇട്ടാലും കുറച്ചുകൂടി എങ്ങനെ ആവുന്നതാണ്. അപ്പോൾ ആ ടയർ ഇട്ടിട്ടാണ് നമ്മൾ നേപ്പാൾ മുഴുവൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നൈറ്റ് ആകുമ്പോഴേക്കും നമ്മൾ പൊക്രയിൽ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഡിന്നർ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് തന്നെയാണ് സ്റ്റേയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡിന്നറും ഇവർ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഒരു മോശവും പറയാനുള്ളതില്ല. ഇനി പൊക്രയിലത്തെ ഒരുപാട് ഐറ്റംസുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. പൊക്രയിലത്തെ നൈറ്റ് ലൈഫ് കാണിച്ചു തരാനുണ്ട്. അതുപോലെ പൊക്രയിൽ നമ്മൾ നല്ല സമയത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ന്യൂ ഇയർ ആണ് നാളെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വിഷ്വൽസുകൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം.